ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടായാൽ എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും ആരെയും ബന്ധപ്പെടാമെന്ന് നമ്മൾ പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ ഒരത്യാവശ്യത്തിന് ആരെയെങ്കിലും വിളിക്കാനോ ബന്ധപ്പെടാനോ കഴിയാതെ കയ്യിൽ മൊബൈൽ ഫോണും പിടിച്ച് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും നിസ്സഹായരായി നിന്നു പോയിട്ടുണ്ടാവും. 2 സംഭവങ്ങൾ പറയാം. ഒന്നാമത്തേത്, 2 യുവാക്കൾ മരുഭൂമിയുടെ ഉൾപ്രദേശത്തേക്ക് കാറോടിച്ചു പോയതായിരുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള വാഹനം, ആരെയും എപ്പോഴും ബന്ധപ്പെടാൻ അവരുടെ കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. ഒരു അപകട സാധ്യതയും മുന്നിൽ കാണാതെ അവർ ഏറെ ദൂരം മുന്നോട്ട് പോയി. പക്ഷേ മരുഭൂമിയിലൂടെ കുറെ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വഴിതെറ്റി. മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ നഷ്ടമായതോടെ ദിക്കറിയാനോ ആരെയും സഹായത്തിന് വിളിക്കാനോ കഴിയാതെ അവർ ദിവസങ്ങളോളം മരുഭൂമിയിൽ കുടുങ്ങിപ്പോയി. അവസാനം അവരും മരണത്തിന് കീഴടങ്ങി. രണ്ടാമത്തെ സംഭവം, വെള്ളപ്പൊക്കത്തിൽ പുഴവെള്ളം കരകവിഞ്ഞ് സമീപത്തെ റോഡിലൂടെ ഒഴുകാൻ തുടങ്ങുന്നു. വ്യക്തമായി കാണാൻ കഴിയാത്ത വിധം റോഡ് വെള്ളത്തിനടിയിലാണ്. ഒരു ചെറുപ്പക്കാരൻ ആ റോഡിലൂടെ കാറോടിച്ചു പോകാൻ ശ്രമിക്കുന്നു. അത് കണ്ടു നിൽക്കുന്നവരിൽ ഒരാൾ അപകടം മനസ്സിലാക്കി അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ കാറുമായി മുന്നോട്ട് നീങ്ങി. തൻ്റെ വാഹനത്തിൻ്റെ വലിപ്പത്തിലും മികവിലും അവന് അമിതമായ ആത്മവിശ്വാസം തോന്നിയിരിക്കണം. അവൻ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ കാറ് പകുതിയോളം വെള്ളത്തിലാവുകയും ചക്രം നിലത്ത് തൊടാതെ നിശ്ചലമാവുകയും ചെയ്തു. അപ്പോൾ മുന്നോട്ടു പോകാനോ തിരിച്ചു വരാനോ കഴിയാതെ അവൻ കാറിൽ കുടുങ്ങിപ്പോയി. വെള്ളത്തിൻ്റെ ഒഴുക്കിന് ശക്തി കൂടുന്നതിനനുസരിച്ച് കാറ് പതുക്കെ ഒഴുകി നീങ്ങാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം അവൻ ആ കാറിനോടൊപ്പം വലിയൊരു താഴ്ചയിലേക്ക് മറിഞ്ഞു വീണു. സ്വയം രക്ഷപ്പെടാനോ ആർക്കും രക്ഷപ്പെടുത്താനോ കഴിയാതെ അവൻ മരണത്തിന് കീഴടങ്ങി. നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം സ്വന്തം കൈകളിൽ ഭദ്രമാണെന്ന ധാരണയിലായിരിക്കും പലരും റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. ഓടിക്കുന്ന വാഹനം ഏറ്റവും മികച്ചതായിരിക്കാം. അതെങ്ങനെയും നിയന്ത്രിക്കാൻ തനിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും ഒരാൾക്കുണ്ടായിരിക്കാം. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അഹങ്കാരത്തിലേക്കും അപകടത്തിലേക്കും എത്തിക്കും. പല കാര്യങ്ങളും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലല്ല, ചിലതൊക്കെ മറ്റാരുടെയോ നിയന്ത്രണത്തിലും തീരുമാനത്തിലുമാണ്. രക്ഷയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പലതും നമ്മുടെ നാശത്തിന് കാരണമായേക്കാം. ഉപകാരപ്പെടുമെന്ന് കരുതുന്നത് ചിലപ്പോൾ ഉപദ്രവങ്ങളുമായേക്കാം. അത് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി വിനയത്തോടെ ജീവിക്കാനാവും.